ഹായ് ഹലോ നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മളൊരു ടൊമാറ്റോ ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി എൻ്റെ ഫേസിൽ കൂടുതലും വർക്കാവുന്നത് ഈ തക്കാളിയും പൊട്ടറ്റോയുമാണ്. എനിക്കത് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പം ഞാൻ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ തലേന്ന് അല്ലെങ്കിൽ ഒരു 2-3 ദിവസം മുമ്പേ ഇങ്ങനെ അടുപ്പിച്ചിത് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്യായിരുന്നപ്പോഴത്തേക്ക് ദാണ്ടേ 2 ചട്ടം പീസും വന്നിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പം ഞാൻ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞങ്ങളെ സദയം ക്ഷമിക്കുക. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ടൊമാറ്റോ 2ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പഞ്ചസാരയിൽ മുക്കി നമ്മൾ സ്ക്രബ് ചെയ്യുകയാണ്. അതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പം ഈ പഞ്ചസാര ഇങ്ങനെ കുറച്ച് തരിപ്പുള്ളത് എടുത്താൽ മതി. അധികം ഈ വലിയ പഞ്ചസാര ഉണ്ടല്ലോ അതൊന്നും എടുക്കണ്ട, അത് നമ്മളെ സ്കിന്നിന് നല്ല ഹാംഫുള്ളാണ്. അതിങ്ങനെ നമുക്ക് പോറലൊക്കെ ഉണ്ടാക്കും. അപ്പം അങ്ങനെ വേണ്ട, ചെറുതായിട്ട്, അഥവാ ചെറുതായിട്ടില്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിലിക്കിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം തന്നെ അതൊന്ന് ചെറിയ തരി ആയിക്കോളും. അത് നന്നായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ളിടത്തും അല്ലാതെയൊക്കെ ഇങ്ങനെ നമുക്കറിയാമല്ലോ എവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഭയങ്കര എഫക്റ്റീവാണ് ഇത് സ്ക്രബ് ചെയ്യുമ്പം. എന്നിട്ട് ഇത് കഴുകി കളയേണ്ട ആവശ്യമില്ല. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തേനാണ്. ഇത് അരുണാണെങ്കിൽ ഗ്രീൻ ടീയുടെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചേക്കുന്നതാണ് പഞ്ചസാരയ്ക്ക് പകരം. ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആയിരിക്കും കാണുന്നത്, അത് ഞങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഏക്കുട്ടി കാണാതെ ഒളിച്ച് വെച്ചേക്കുവാണ്. ഏക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ തേനാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. തേൻ വെച്ച് നമ്മൾ ഇങ്ങനെ അത് വെച്ച് ഈ പഞ്ചസാര വെച്ച് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ ഈ ക്ലോക്ക് വൈസ് ആയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമല്ല ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ തേൻ അറിയാമല്ലോ, നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആവുക. എത്ര സമയം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ അത്ര സമയം ചെയ്തോളൂ. എനിക്ക് ഞാനൊരു 5 മിനിറ്റ്സ്, ഹാർഡ്ലി 5 മിനിറ്റ്സേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് ഇവരും കൂടെ വന്നിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ഇങ്ങനെ കുറേ ടൈം ചെയ്യണം, കുറേ ടൈം ഇങ്ങനെ അത് നമ്മൾ സ്കിന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിലും നല്ലത് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ടൊമാറ്റോ വേണമെന്ന് തന്നെയില്ല, നമ്മൾ കൈ വെച്ച് തന്നെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ്. ഇങ്ങനെ തൊടുമ്പം തന്നെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ആ ഒരു സോഫ്റ്റ് ആവുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോസസ്സാണ്. ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ഫേഷ്യലിന് ടൊമാറ്റോ ഫേഷ്യലിൽ ഈ ഒരു പ്രോസസ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്ക് തൊടുമ്പം തന്നെ ഇങ്ങനെ ഫീൽ ചെയ്യും അതിങ്ങനെ സോഫ്റ്റ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതും കഴുകി കളയേണ്ട, നമ്മൾ ഇതിലൊന്നും കഴുകി കളയേണ്ട ആവശ്യമില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇതിൻ്റെ മെയിൻ സാധനം എന്ന് വെച്ചാൽ നമ്മളെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും നമ്മളെ ഈ കരിവാളിപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പം വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ അപ്പം തന്നെ ചെയ്ത് നോക്കി നിൽക്കുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. ഇതിൽ ഈ തേൻ നമ്മളെ മുഖത്തുണ്ടല്ലോ അത് അവിടെ ഇരുന്നോട്ട് അടുത്ത ഈ ചെയ്ത ടൊമാറ്റോയിൽ തന്നെ മതി. അത് പക്ഷെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫിംഗർ ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ വീണ്ടും അതിനകത്തുള്ള ആ ഒരു ജ്യൂസ്, ആ ഒരു നീരിങ്ങനെ വീണ്ടും വരും. അതിനകത്ത് നമ്മൾ ഈ കോഫി പൗഡർ ഇടുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മസാജ് ചെയ്യുക. നമ്മൾ സ്കിന്നിനെ ഇങ്ങനെ അടുപ്പിച്ച് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ കണ്ടിന്യൂസ് ആയിട്ട്. ഇതിങ്ങനെ നിർത്താതെ ചെയ്യുന്നത് കൊണ്ടും അതിൻ്റെയും കൂടെ ഒരു എഫക്റ്റ് കിട്ടും. ഇങ്ങനെ ഇതും നമുക്ക് എത്രത്തോളം ഈ കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ല കരിവാളിപ്പനിക്കുണ്ട്. അപ്പം ഞാൻ അവിടെ കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും കുറച്ച് കറുപ്പിങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുമ്പം തന്നെ മാഞ്ഞു പോയിട്ടുള്ളത് നമുക്ക് ഫീൽ ആവും കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ കഴുകി കളയുകയാണേ. ലൂസിനേക്കും കഴുകി കളഞ്ഞോളാൻ വയ്യ, കാരണം അവർക്കിങ്ങനെ ഒരു കുഞ്ഞുങ്ങളല്ലേ, മുഖം ഒട്ടുന്ന ഒരു ഫീലാണ്. പക്ഷെ ഇത് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. ഫാൻ്റെ അടിയിലൊക്കെ ഇരുന്നാൽ പെട്ടെന്ന് ഉണങ്ങും, 5 മിനിറ്റ് പോലും വേണ്ട. അപ്പം ഏകക്കുട്ടി അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ കോഫി പൗഡർ, അവൾക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട്. അല്ലൂസ് പിന്നെ വാരി പൊത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടോ, ഇത് തുടച്ച് കളയുമ്പോൾ കണ്ടോ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ ഒരു ഫിൽറ്ററും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് നല്ല മാറ്റം വരുമേ. നമ്മളെ മുഖത്ത് അങ്ങ് വെളുത്ത് തുടുക്കും. അതങ്ങ് ഒരു ഫേസ് പാക്കും ചെയ്യില്ല കേട്ടോ.
അതൊന്നുമല്ല, നമ്മളെ മുഖത്തെ ആ ഒരു കരിവാളിപ്പൊക്കെ മാറുമ്പം തന്നെ നമ്മളെ സ്കിന്നിൻ്റെ പ്രത്യേകിച്ച് ഈ തേനും കൂടി ഇടുമ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റ് ആവുകയും ചെയ്യും. ഈ കോഫി പൗഡർ നമ്മളെ കരിവാളിപ്പെല്ലാം മാറ്റി പിന്നെ നമ്മൾ ആ പഞ്ചസാര വെച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു ക്ലീനപ്പിൻ്റെ എഫക്റ്റും കൂടെ കിട്ടുമല്ലോ. അപ്പം നമ്മൾ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ അത്രയും തന്നെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 ദിവസം ചെയ്യുമ്പം 2-3 ദിവസം ചെയ്യുമ്പോൾ ഈ സ്ക്രബ് അങ്ങ് ഒഴിവാക്കുക, ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി റിസൾട്ടാണ്, അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.